ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ശീലാമണി, കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ സീനിയർ കൺസൾട്ടന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരും ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്നവരും ആദ്യമേ തന്നെ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്ത് തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭകാലത്തെ തൈറോയ്ഡ് ഹോർമോൺ നോർമൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അമ്മയിലും കുഞ്ഞിലും ഉണ്ടാകാം. പ്രധാനമായും അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രഗ്നൻസി ആയിക്കഴിഞ്ഞിട്ട് അബോർഷൻ സാധ്യത ഉണ്ടാകാം. അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാം. അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കാം. ചിലപ്പോൾ വയറിനുള്ളിൽ വെച്ച് തന്നെ മരണം സംഭവിക്കാം. ചിലപ്പോൾ മാസം തികയാതെ തന്നെ കുഞ്ഞിനെ പ്രസവിക്കാം. അതുപോലെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ബുദ്ധിവികാസത്തിനും പ്രശ്നമുണ്ടാകാം. അതുപോലെ കുഞ്ഞിനും പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, നാഡീവ്യൂഹത്തിൻ്റെ വളർച്ച മുതലായവ തൈറോയ്ഡ് ഹോർമോണിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ആദ്യത്തെ 3 മാസം, പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം കുഞ്ഞിൻ്റെ തൈറോയ്ഡ് ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്നില്ല. 3 മാസത്തിന് ശേഷം മാത്രമാണ് കുഞ്ഞിൻ്റെ തൈറോയ്ഡിൽ നിന്നും തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതുമൂലം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അമ്മയുടെ തൈറോയ്ഡ് ഹോർമോണിനെ ആണ് ആശ്രയിക്കുന്നത്. ഗർഭകാലത്ത് അമ്മയുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് TSHന്റെ ലെവൽ ആദ്യത്തെ 3 മാസം 2.5 താഴെയും അടുത്ത രണ്ടാമത്തെ 3 മാസങ്ങളിൽ 3 താഴെയും അവസാനത്തെ 3 മാസങ്ങളിൽ 3.5 താഴെ മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ കൂടുതൽ ലെവലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. അങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു അമ്മയെയും കുഞ്ഞിനെയും ലഭിക്കും. താങ്ക് യു.